ഹലോ കൂട്ടുകാരെ, ഇനി നമുക്കൊരു ചെറിയ പ്രേതകഥ കേട്ടാലോ. കഥയുടെ പേര് ചന്ദ്രലോക രാത്രി. മലയിൻ ചെരുവിൽ വർഷങ്ങളായി ആരും താമസിക്കാത്ത ഒരു പഴയ കൊട്ടാരമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് അകത്താരെങ്കിലും ഒരു രാത്രി കഴിയാൻ ശ്രമിച്ചാൽ അവർ രാവിലെ ജീവനോടെ പുറത്തു വരില്ലെന്നാണ്. ഒരു മഴയുള്ള രാത്രിയിൽ സുഹൃത്തുക്കളായ അനൂപും വിജുവും ഗ്രാമത്തിലെ കഥകളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കാൻ കൊട്ടാരത്തിലേക്ക് പോകുകയാണ്. ചന്ദ്രന്റെ വെളിച്ചം മാത്രം നീലം സ്പർശിച്ചു. കാറ്റ് പഴയ ജനാലകളിലൂടെ കീരിവിളികൾ പോലെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കി. അവർ അകത്തു കടന്ന ഉടൻ തന്നെ വായുവിലൊരു മോശം ദുർഗന്ധം. മതിലുകളിൽ പഴകിയ രക്തകറകൾ പോലെ ചുവന്ന പാടുകൾ നിറഞ്ഞിരുന്നു. ഇവയെല്ലാം പഴയ പെയിന്റുകൾ മാത്രമെന്നാണ് അനൂപ് പറഞ്ഞത്. പക്ഷെ എന്നാലും അവന്റെ ശബ്ദത്തിൽ വിറയലുണ്ടായിരുന്നു. മുകളിലെ നിലയിൽ നിന്നും ഒരു കാലടി ചെപ്പ്. അവർ മുകളിലേക്ക് കയറി. മുകളിലെ ഇരുണ്ട ഇടനാഴിയിൽ ഒരു വാതിൽ അല്പം തുറന്നു നിന്നു. വാതിൽ തുറന്നപ്പോൾ ഒരു പഴയ മരപ്പെട്ടിയിൽ മണ്ണ് പിടിച്ചൊരു പാവ. പക്ഷെ അതിൻ്റെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. വിജു ഇത് കണ്ട് ഭയന്നോടി. എന്നാൽ വാതിൽ അടഞ്ഞു. വെളിച്ചം കെടുത്തി. ഇരുട്ടിൽ ഒരു സ്ത്രീയുടെ ശ്വാസം. അതിനുശേഷം ഒരു തണുത്ത കൈ അനൂപിന്റെ ചുമലിൽ. വാതിൽ വീണ്ടും തുറന്നപ്പോൾ പുറത്ത് പുലർച്ചെ. പക്ഷേ അവിടെ വിജു ഇല്ലായിരുന്നു. അനൂപ് ഒറ്റയ്ക്കിറങ്ങി. ഗ്രാമത്തിലെ ആളുകൾ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ മുഴുവൻ കറുത്തിരുന്നു. അതിനുശേഷം ആ കൊട്ടാരത്തിലേക്ക് ആരും ചെന്നിട്ടില്ല. പക്ഷേ മഴയുള്ള രാത്രികളിൽ ജനാലയ്ക്കുള്ളിൽ നിന്നും രണ്ട് കറുത്ത കണ്ണുകൾ ഇന്നും നോക്കുന്നതായി ചിലർ പറയുന്നുണ്ട്.